ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ വാട്ട് ഈസ് പൈത്തൺ. എന്താണ് പൈത്തൺ, എന്തിനാണ് പൈത്തൺ, അതുപോലെ തന്നെ പൈത്തൻ്റെ ഉപകാരം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പൈത്തൺ എന്ന് പറയുന്നത് ഗൈഡോ വാൻ റൂസം എന്ന് പറഞ്ഞ ഒരാൾ 1991 കണ്ടുപിടിച്ചത്. ഓക്കെ, പൈത്തൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? പൈത്തൺ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നമുക്കൊരു വെബ്സൈറ്റോ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹ്യൂമൺ ഒന്നും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പൈത്തൺ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നമ്മുടെ ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണെങ്കിലും AI ആണെങ്കിലും അതുപോലെ കോംപ്ലക്സ്ഡ് കാൽക്കുലേഷനൊക്കെ നമ്മൾ കൂടുതലും പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ പൈത്തൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പൈത്തൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കോഡ് എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നമുക്ക് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പൈത്തണിൽ. അതുപോലെ തന്നെ പൈത്തൺ എന്താണ് യൂസ് ചെയ്യുന്ന കോഡൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൈത്തണിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, റീഡബിളാണ് പൈത്തൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെയാണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പൈത്തൺ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സാമ്പിൾ ഈഫ്, എൽസ്, പാസ് അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സ്, പ്രിൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തിനുള്ളതാണെന്നൊക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പൈത്തൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിലും പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. ലിനക്സ് ആയാലും വിൻഡോസ് ആയാലും മാക്കിലാണെങ്കിലും ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. വേരിയബിൾസ് ഇപ്പോൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഇപ്പോൾ x = 10 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ 10 എന്നുള്ള വാല്യൂ ഒരു ഇൻറ്റിജർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു C ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു ഡാറ്റ ടൈപ്പും കൂടെ വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ജസ്റ്റ് x = 10 എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേരിയബിൾ ഇൻറ്റിജർ ആണെന്നുള്ളത് ഇതിന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കുറേ പൈത്തൻ്റെ ഫീച്ചേഴ്സ് എക്സ്ട്രാസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോഡിൽ പറയുന്നതോടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലൂടെ നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൈത്തൻ്റെ എങ്ങനെയാണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് പൈത്തൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പൈത്തൺ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ 3.30.5 ആണ് ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ്, നമുക്ക് ജസ്റ്റ് ഒരു കോഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് പൈത്തൻ്റെ വേരിയബിൾസ്, കാര്യങ്ങൾ, ഡാറ്റ ടൈപ്സ്, എങ്ങനെയാണ് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം പൈച്ചാമാണ്. അപ്പോൾ ഓൾറെഡി എങ്ങനെയാണ് പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് പൈച്ചാമിലേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, പൈച്ചാം ഇവിടെയുള്ള പൈച്ചാം ഒന്ന് ടാപ്പ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൽ നിന്ന് കയറാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഡെസ്ക്ടോപ്പിലെങ്ങാനും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, py എന്ന് കൊടുത്തു പേര്, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു. ജസ്റ്റ് നമുക്ക്
പൈത്സാമിൽ എന്ത് ചെയ്യാം, ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ എടുക്കുക. ഓപ്പണിൽ നമ്മുടെ ഫോൾഡർ ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ഫോൾഡർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫോൾഡറിൽ പോയിട്ട് ഒന്ന് പാത്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഇൻ കറണ്ട് വിൻഡോ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പൈത്തൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുക, ഒരു പൈത്തൺ ഫയൽ എടുക്കുക. ഈ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, എന്ത് ചെയ്യുക, പൈത്തൺ ഫയൽ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് നമുക്ക് തൽക്കാലം എന്ത് കൊടുക്കാം, ഒരു ടെസ്റ്റ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, സേവ് ചെയ്യാം. ഞാനിവിടെ ടെസ്റ്റ് എന്നാണ് കൊടുത്ത് ഓക്കെ എടുത്ത് സേവ് ചെയ്തു. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, കാരണം നമുക്കൊന്ന് കോഡ് എഴുതി നോക്കാം. പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ സിംഗിൾ കോട്ടിൽ ഹലോ വേൾഡ് ORLD. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൈത്തണിൽ ഹലോ വേൾഡ് പ്രിൻ്റ് ആക്കുക. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റണ്ണ് കൊടുക്കുക. റണ്ണ്, നമ്മുടെ ഫയലിൻ്റെ പേര് ടെസ്റ്റാണ്, അപ്പോൾ ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഇൻ്റർപ്രെറ്റർ ചൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ പൈത്തൺ ഇൻ്റർപ്രെറ്ററിൽ പോവുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഏതാണോ പൈത്തൺ, ആ പൈത്തൺ എടുക്കുക, അപ്ലൈ കൊടുക്കുക, റണ്ണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹലോ വേൾഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൈത്തണിലൊരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഇതിനെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് വേരിയബിൾസ് എന്നാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾസ് നോക്കാം. ഈ ഒരു സിമ്പിൾ കമൻ്റാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കോഡുകൾ ജസ്റ്റ് ഹൈഡായിട്ട് ഇപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ കോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം, വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾസ് എന്താണ്, വേരിയബിൾസ് ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേരിയബിൾസ് ഇവിടെ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റേഴ്സോ സ്മോൾ ലെറ്റേഴ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടൈൻ റൂൾസ് ഉണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. വേരിയബിൾസ് നമുക്ക് എന്തും വേരിയബിൾസ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. ഞാൻ x ജസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഡാറ്റ ഡിക്ലെയർ ചെയ്തു 10. ജസ്റ്റ് എന്ത് ചെയ്തു, പ്രിൻ്റ് x എന്ന് പറഞ്ഞാൽ കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്ത് നേട്ടി, 10 നേട്ടി. ഇതാണ് എന്തൊരു x എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് എന്തൊരു വേരിയബിൾ. ഇതാണ് 10 എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ നമ്മൾ ഡാറ്റ എന്തിലേക്ക് സ്റ്റോർ ചെയ്തു, ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ എങ്ങനെയൊക്കെ കൊടുക്കാം, വേണമെങ്കിൽ അണ്ടർസ്കോർ ഇട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വേരിയബിളാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതാണ് ഫസ്റ്റ് റൂൾ. നമുക്ക് സിമ്പിളായിട്ട് അണ്ടർസ്കോർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏത് സിമ്പിൾ യൂസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ എറർ കാണിക്കും. കണ്ടോ, ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോൾ തന്നെ നമുക്ക് എറർ കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് നമ്പർ എവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്പർ ക്ലിക്ക് ചെയ്താലും ഇവിടെ കണ്ടോ എറർ കാണുന്നുണ്ടോ. ഓക്കെ, നമ്പറും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേരിയബിളായിട്ട് സർട്ടൈൻ കീവേഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു പൈത്തൺ ഓൾറെഡി ഞാൻ പറഞ്ഞു, പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് കുറച്ച് ഇംഗ്ലീഷിലുള്ള കീവേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലുള്ള കീവേഡ്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഈഫ് കണ്ടോ, ഈഫ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ റെഡ് കളറിൽ ഈ ലൈനിൽ എറർ കാണുന്നത് തന്നെ അതാണ്. നമ്മൾ ഈ ഇൻ്റർപ്രെറ്റർ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ലൈനിൽ തന്നെ ആ എറർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സിൻടാക്സ് എറർ. ഓക്കെ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കീവേഡ്സ് ഈഫ്, എൽസ്, പാസ്, പ്രിൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കീവേഡാണ്. ഓക്കെ, ഇവിടെ മെത്തേഡാണ്. നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കീവേഡ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനത്തെ പിന്നെ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. എക്സ് സ്പേസ് അങ്ങനൊരു പേര് വേരിയബിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൂട്ടി എഴുതണം. അതും ഇതാണ്. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, സ്മോൾ എക്സ് എന്ന് പറയുന്നത് വേറൊരു വേരിയബിളാണ്. രണ്ട് വേരിയബിളായിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വേരിയബിൾസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ ടൈപ്പ്. ഇപ്പം നമ്മൾ വേരിയബിൾസ് എന്താണെന്ന് നോക്കി. ഇനി അടുത്തത് വേരിയബിൾസിൽ അസൈൻ ചെയ്യുന്ന എന്താണെന്ന് അറിയാം. നമുക്ക് ഡാറ്റയാണെന്ന് അറിയാം. ഈ ഡാറ്റ ടൈപ്പ് എന്താണ്? ഡാറ്റ ടൈപ്പ് നമുക്ക് പല ടൈപ്പിൽ ഡാറ്റയുണ്ട്. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്തറിയാം? ഇതൊരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ ന്യൂമറിക്കലായിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ കമൻസ് യൂസ് ചെയ്യണം. കാരണം എന്ത് ചെയ്യണം? ഒക്കെ നമുക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ടെക്സ്റ്റാണ് ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ. ഓക്കെ, നമുക്കിപ്പോൾ 10ൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്നുള്ളത് കിട്ടുമെന്ന് അറിയാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, 10 ഈ പ്ലേ ബട്ടൺ, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയലിൻ്റെ പേര് കാണുന്ന സ്ഥലത്ത് കൊടുക്കാം. അങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ എക്സ് 10 ആണെന്ന് നമുക്ക് കിട്ടി. പിന്നെ പ്രിൻ്റ് ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ടൈപ്പ് ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡും കൂടി ഉണ്ട്. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടി? ഇവിടെയും റൺ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 10.5 എന്നാക്കിയാൽ എന്തെന്നാവും? ഫ്ലോട്ട് എന്നാവും. ഡെസിമൽ പോയിൻറ്റ്സ് വരുന്ന ഇതിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുക. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ടാണ്. ഇനി അതേപോലെ ജെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുണ്ടാവും മാത്സിലൊക്കെ. A+IB എന്നായിരിക്കും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ജെ ആണ്. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഒന്നുകൂടി. ഓക്കെ, റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ടൊക്കെ വരുന്ന ആ ഒരു കേസാണ്. ഇപ്പോൾ ജെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമാജിനറി ആ ഒരു പാർട്ട് വരിക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പിൽ വരുന്ന 3 എണ്ണം. ഇനി അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ് ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആകെ ഒന്നേ ഉള്ളൂ, സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു സംഭവം. ഇപ്പോൾ ഒരു സ്ട്രിങ് ആയിക്കോട്ടെ, ഒരു നമ്പർ ആയിക്കോട്ടെ, ഇതൊരു ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം ഡബിൾ കോട്ട്സോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൻ്റെ അകത്ത് എഴുതി കൊടുത്താൽ അതെന്തായി? സ്ട്രിങ് ആയി. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം? പ്രിൻ്റ് ടൈപ്പ് ഓഫ് എക്സ് കൊടുക്കാം. ജസ്റ്റ് മേലത്തെ സാധനം ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് അടിയത്ത് ഒന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, കേട്ടോ, STR എന്ന് പറഞ്ഞു കിട്ടി. അപ്പം നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 10 എന്ന് ഞാനിവിടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് സിംഗിൾ കോട്ടിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം സ്ട്രിങ്ങിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹലോ എന്നുള്ളത് കൊടുത്തു. ഒരു ഹലോ കംപ്ലീറ്റ് ഒരു സ്ട്രിങ് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എക്സ് തൊട്ട് അപ്പർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ നമുക്ക് ഈ സ്ട്രിങ്ങിനെ എല്ലാം വേണ്ടിയിട്ട് ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ക്യാപിറ്റലൈസ് എന്ന് കൊടുത്താൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കി പറ്റും. ലോവർ എന്ന് കൊടുത്താൽ ഫുള്ള് ലോവർ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്തെന്ന് കിട്ടും? എനിക്ക് H എന്നുള്ള ആ ഒരു നമ്പർ കിട്ടും. കാരണം എന്താണ്? നമ്മൾ ഇൻഡെക്സിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് Hന് 0 വരും. പിന്നെ അങ്ങനെ കറസ്പോണ്ടിങ് 1 2 3 4 5 അങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ അറേ ഇൻഡെക്സിങ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ജസ്റ്റ് കോളൻ -1 എന്ന് പറഞ്ഞു കൊടുത്താൽ
നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനുള്ള മെത്തേഡ് അങ്ങനെയുള്ളതാണ്. കുറേ സ്ട്രിങ് ഓപ്പറേഷൻസ് ഉണ്ട്. വേണമെങ്കിൽ സ്ട്രിങ്ങിനെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, വൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സ്ട്രിങ്ങിനെ വേണമെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് WORLD വേൾഡ് ഹലോ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുത്തിട്ട് പ്രിൻ്റ് x+y എന്ന് പറഞ്ഞ് കൊടുത്താൽ x, y എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രിങ് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളത് കിട്ടും. നമുക്ക് ഒരു വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റിലേക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്ലസ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്ത് കൂടി ചേർന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലസിൻ്റെ കൂടെ ഇങ്ങനെ സിംഗിൾ കോട്ട് ഇങ്ങനെ സ്പേസിലിട്ട് കൊടുത്താൽ എന്ത് ചെയ്തു, നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളത് അങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് കൺകാറ്റിനേഷൻ നടക്കുക. അങ്ങനെ സ്ട്രിങ്ങിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ് നമ്മുടെ ഇപ്പോൾ ഒക്കെ നമ്മൾ നോക്കിയത്. ഞാനിപ്പോൾ എക്സിലാണെങ്കിൽ 10.5 എന്നുള്ള ഒറ്റൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ട്രിങ് ഒറ്റൊരു സ്ട്രിങ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡാറ്റ ടൈപ്പ് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ജസ്റ്റ് ഞാനിതെല്ലാം ഒന്ന് കളയാണ്. നമുക്കൊന്ന് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് എന്നാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ പറയാം. അതിൽ വരുന്നതാണ് ലിസ്റ്റ്, ടപ്പിൾ. പിന്നെ അതുപോലെ റേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സീരീസ് ഓഫ് നമ്പേഴ്സിനെ റിപ്പീറ്റഡായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റേഞ്ച് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ലൂപ്പ് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആ ലൂപ്പ് വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റ് ടപ്പിൾ ഉണ്ടോ നോക്കാം. അപ്പോൾ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് L1 എന്നൊരു പേര് കൊടുത്തു, ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തു, 1, 2, 3, 4. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കോമ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങും പാസ് ചെയ്യാം. ഞാനിപ്പോൾ A എന്ന് കൊടുത്തു, അതുപോലെ ഒരു എക്സാമ്പിൾ B എന്ന് പറഞ്ഞു കൊടുത്തു. പ്രിൻ്റ് X എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും എനിക്ക്, ആ ഒരു ഓക്കെ പ്രിൻ്റ് L1 ആണ്, സോറി. ഇപ്പോൾ L1 എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു സ്ട്രിങ് ലിസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയാം. ഇത് തന്നെ നമുക്ക് തൽക്കാലം ഒന്ന് ടൈപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. L1 ടൈപ്പ് TYP ടൈപ്പ് ഓഫ് L1 എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും, താഴെ നോക്കുമ്പോൾ നമുക്ക് ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തന്നെ ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പാരാന്തസിസ് യൂസ് ചെയ്യും. നമ്മുടെ നോർമൽ ബ്രേസസ് യൂസ് ചെയ്താൽ നമുക്കിതൊരു നമുക്കിതെന്തായിട്ട് കിട്ടും, ഒരു ടപ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഇതവിടെ കണ്ടാൽ നിങ്ങൾക്ക് ടപ്പിൾ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടപ്പിളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇമ്മ്യൂട്ടബിളാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അതേസമയം ലിസ്റ്റ് എന്നുള്ളത് എന്താണ്, മ്യൂട്ടബിളാണ്. നമുക്ക് ഓപ്പറേഷൻസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് അതുപോലെ അപ്പൻഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ലിസ്റ്റിലെ പ്രത്യേകത. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അപ്പൻഡ് ചെയ്ത് നോക്കാം. എക്സ്റ്റോട്ട് അപ്പൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ, എനിക്കൊരു C എന്നുള്ളൊരു വാല്യൂ അപ്പൻഡ് ചെയ്യണം, C. ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്തു, എനിക്ക് ആ ഒരു ലിസ്റ്റിൽ C അപ്പൻഡ് ചെയ്ത പോലെ കാണാൻ പറ്റും. ഓക്കെ, L1 ആണ് നമ്മുടെ വേരിയബിളിൻ്റെ പേര്. ജസ്റ്റ് L1 കൊടുക്കുക, എന്ത് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. പ്രിൻ്റ് L1 എന്നുള്ളത് താഴെ കൊടുക്കാം. പ്രിൻ്റ് L1 റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് C ഇവിടെ അപ്പൻഡ് ചെയ്ത പോലെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് റിമൂവ് ചെയ്യുക. റിമൂവിൽ ഞാനിപ്പോൾ 4 എന്നുള്ള ആ നമ്പർ കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 റിമൂവ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇവിടെ 4 ഉണ്ട്. നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ഇല്ലാതെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ
അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ലിസ്റ്റിലുണ്ട്. ടപ്പിളിൽ നമുക്ക് വലിയ മെത്തേഡ്സ് ഒന്നുമില്ല, കാരണം അത് ഇമ്മ്യൂട്ടബിളാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇതാണ് ടപ്പിൾ ലിസ്റ്റും തമ്മിലൊരു സിമിലാരിറ്റിയാണ്, ഓർഡേഡ് ആണ് ടപ്പിൾ ലിസ്റ്റും. അതായത് എങ്ങനെയാണോ നമ്മൾ ഇത് കൊടുക്കുന്നത് അതേ ഓർഡറിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ 1, 2, 3, 4 AB എന്നുള്ള അതേ ഓർഡറിലായിരിക്കും കിട്ടുക. ലിസ്റ്റ് ആണെങ്കിലും ടപ്പിൾ ആണെങ്കിലും ഇതേ ഓർഡറിലായിരിക്കും കിട്ടുക. ഇനി അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് സെറ്റ്. ഇതും നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തു, കേളി ബ്രേസസിലാണ് നമ്മൾ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ജസ്റ്റ് 1, 2 അതുപോലെ 2 സ്ട്രിങ്ങും കൂടെ പാസ് ചെയ്യാം, A, സിംഗിൾ കോട്ടിൽ B ഇങ്ങനെ കൊടുത്തു. നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്കൊരു 2-3 വാല്യൂസും കൂടെ പാസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ വേണ്ട, ഒരു വട്ടം കൂടെ ഞാൻ റൺ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ഓരോ വട്ടം റൺ ചെയ്യുന്ന ടൈമിലും ഇതിൻ്റെ ഓർഡർ മാറുന്ന കേട്ടോ. ജസ്റ്റ് കണ്ടോ, A, B, 1, 2 അതുപോലെ ഓരോ തവണ ചെയ്യുമ്പോഴും റൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഓർഡർ മാറുന്നുണ്ട്. കാരണം ലിസ്റ്റും ടപ്പിളും വെച്ച് നോക്കുമ്പോൾ സെറ്റ് എന്താണ്, അൺഓർഡേഡാണ്. അതാണ് ഒരു ഡിഫറൻസ്. അതുപോലെ വേറൊരു ഡിഫറൻസ് എന്താണ്, ഇതിലിപ്പോൾ ഞാൻ 1, 2 എന്നുള്ളത് ഒന്നും കൂടെ കൊടുക്കുകയെന്ന് വെച്ചു, 1 and 2 അതുപോലെ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കി, എന്താണ് 1, 2 എന്നുള്ളത് ഒരു വട്ടേ പ്രിൻ്റ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ സെറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലോ ചെയ്യില്ല. പക്ഷേ ബാക്കി ലിസ്റ്റും ടപ്പിളും നോക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എടുക്കും, സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എടുക്കില്ല. അതുപോലെ അൺഓർഡേഡ് ആണ് സെറ്റ്. അപ്പോൾ ഇതാണ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത. സെറ്റിലും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, ഇത് നോക്കാം, എക്സ് ഡോട്ട് ആഡ് അങ്ങനെയുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ലിസ്റ്റിലുള്ള പോലെ തന്നെ സെറ്റിലും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. നിങ്ങളിവിടെ പഠിച്ചപ്പോൾ നമ്മുടെ ഇൻ്റർസെക്ഷൻ അതുപോലെ തന്നെ യൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ട്, ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം. ഓക്കെ, ഈ നെക്സ്റ്റാണ് 2 സെറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാനുള്ള പരിപാടികളാണ്. ഓക്കെ, അപ്പോൾ അതായത് സെയിം ആയിട്ടുള്ളത് ലിസ്റ്റിൽ നിന്ന് സെയിം ആയിട്ടുള്ളത് എടുക്കുക, 2 സെറ്റ് കമ്പയർ ചെയ്തിട്ട് സെയിം ആയിട്ടുള്ളത് എടുക്കുക, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എടുക്കുക. അതൊക്കെയാണ് ഇൻ്റർസെക്ഷനും യൂണിയനിൽ വരെ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം, യൂണിയൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡിക്ഷണറി. വേറൊരു ഡാറ്റ ടൈപ്പാണ്. ഡിക്ഷണറിയിൽ എന്താ വരിക എന്ന് വെച്ചാൽ കീ വാല്യൂ പെയറായിട്ട് വരിക. അതും കേളി ബ്രേസസ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കീ ഉണ്ടാവും, ഇപ്പം നെയിം എന്ന് പറഞ്ഞൊരു കീ ഉണ്ടാവും, അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ടാവും. A എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, അതിലൊരു കോമ കൊടുക്കുക, ജസ്റ്റ് സിംഗിൾ കോട്ടിൽ അടുത്തൊരു കീ കൊടുക്കുകയാണ്, ഏജ് കോളൻ, സിംഗിൾ കോട്ടിൽ എന്തെന്ന് കൊടുക്കുകയാണ്, ഒരു ഏജ് കൊടുക്കുകയാണ്. സിംഗിൾ കോഡ് കൊടുക്കണമെന്നില്ല, കാരണം ഏജ് ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യാം. പ്രിൻ്റ് എന്ത് ചെയ്യാം, എക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ടൈപ്പ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിലാണെങ്കിലും ടൈപ്പ് കിട്ടും കേട്ടോ. പ്രിൻ്റ് ടൈപ്പ് ഓഫ് എക്സ് കൊടുക്കാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് കിട്ടും. നമുക്ക് ഡിക്ഷണറിയുടെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സെറ്റിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് എക്സ് ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് ഡിക്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും, ഡിക്ഷണറി ആണെന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഓരോ മൾട്ടിപ്പിൾ ഡാറ്റാസ് കീ വാല്യൂ പെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ JSON ഫോർമാറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ഈ ഡിക്ഷണറി ഫോർമാറ്റിലായിട്ടുണ്ടാവുക ഡാറ്റ പാസ് ചെയ്യുന്നത്. പിന്നെ ഈ കീ എന്ത് വരാൻ പാടില്ല, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റില്ല, അത് എടുക്കത്തില്ല നമ്മുടെ ഇതിൽ. കണ്ടോ, ഇവിടെ ഞാൻ കീ ഏജ് കൊടുക്കുമ്പോൾ തന്നെ ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് പറ്റും, നമുക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ ആ മൂന്നാമത്തെ ഒരു ഏജ് എന്നുള്ളത് കാണുന്നില്ല. ഇപ്പോൾ ഞാൻ 25 ആക്കുകയാണെങ്കിൽ ആ 25 എനിക്ക് കാണാൻ പറ്റത്തില്ല. വാല്യൂ നമുക്ക് സെയിം വരാം, പക്ഷേ കീ സെയിം വരാൻ പറ്റില്ല. ഞാൻ ഇതിന് പകരം ജസ്റ്റ് വേറൊരു സംഭവം ഒന്ന് ഇട്ട് കൊടുത്തു, ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കീ അവിടെ കാണുന്നുണ്ട്, കാരണം കീ റിപ്പീറ്റ് വരുന്നില്ല. കണ്ടോ, ഏജ് W എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്, പക്ഷേ രണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിക്ഷണറിയുടെ ഒരു പ്രത്യേകത. ഇതിലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, എന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്യാൻ പറ്റും.
ഡെക്സിങ് വെച്ചിട്ട് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. നമ്മൾ സ്ട്രിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡാറ്റ ടൈപ്സിൽ വരിക. പിന്നെ ഒരു ഡാറ്റ ടൈപ്പും കൂടെ ഉണ്ട്, ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ ആകെ എന്തേ വരുള്ളൂ, ട്രൂ ഫോൾസ് ആണ് വരിക. ദിസ് ഇസ് ട്രൂ. പ്രിൻ്റ് ടൈപ്പ് ഓഫ് type ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് കിട്ടും, എനിക്ക് ബൂളാണെന്നുള്ളത് കിട്ടും. അതുപോലെ ഫാൾസും ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഇപ്പോൾ എക്സ് <5 ആണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ, ബൂളിയൻ്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു ഞാൻ എന്തെന്ന് കൊടുത്തു, ഒരു 10 എന്ന് പറഞ്ഞു കൊടുത്തു. വൈ ഈസ് ഈക്വൽ ടു ഒരു 10 എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടും 10 പറഞ്ഞു കൊടുത്തു. ഞാൻ എക്സ് ഡബിൾ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഡബിൾ ഈക്വൽ ടു എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അതായത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് എന്താ ചെയ്തു, നമുക്ക് ബൂളിയൻ ആയിട്ടുള്ള ട്രൂ കിട്ടി. അത് രണ്ടും ഈക്വൽ ആണെന്നുള്ളതാണ്. ഇത് ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡാറ്റ ടൈപ്സിൽ ഉണ്ടാവുക. ഓപ്പറേറ്റേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കണം. അടുത്തതാണ് ടൈപ്പ് കൺവേർഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രിങ്ങിലുള്ള സാധനത്തിനെ ലിസ്റ്റിൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം, നമ്പറിലുള്ള സാധനത്തിനെ എങ്ങനെയാണ് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു 10 കൊടുത്തു. നമുക്കിത് ഇൻറ്റിജർ ആണെന്നറിയാം. ഞാൻ എന്ത് ചെയ്തു, വൈ ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ 10നെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പ്രിൻ്റ് വൈ കൊടുത്തു നോക്കാം. നമുക്ക് പ്രിൻ്റ് വൈ കൊടുക്കാം, അതുപോലെ പ്രിൻ്റ് ടൈപ്പ് ഓഫ് വൈയും കൂടെ കൊടുക്കാം. പ്രിൻ്റ് വൈ കൊടുത്താൽ നമുക്ക് 10 കിട്ടുക. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻ്റ് അപ്പോൾ ഓക്കെ, സോറി ലിസ്റ്റ് അല്ല, സ്ട്രിങ് ആണ് കേട്ടോ. സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ലിസ്റ്റിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കേസ് പറഞ്ഞായിരുന്നു. നമ്മൾ ടപ്പിള് നമുക്കിവിടെ നോക്കുമ്പോൾ സ്ട്രിങ് ആയിട്ട് കാണാൻ പറ്റുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിസ്റ്റിൽ നമ്മൾ മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു, ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ടപ്പിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടപ്പിളിനെ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് വെച്ച് പറ്റും. ഇങ്ങനെ നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ലിസ്റ്റിലേക്ക് ഞാൻ ഇടുവാണ്. എന്ത് ചെയ്യാം, ടപ്പിൾ ഓഫ് ലിസ്റ്റ് ആണെന്നറിയാം. സോറി, നമുക്ക് ടപ്പിളിനെ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ലിസ്റ്റിൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടപ്പിൾ ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 വാല്യൂസ് പാസ് ചെയ്തു, 6. ഓക്കെ, കണ്ടോ, നമ്മൾ ലിസ്റ്റിലാണ്. ഓക്കെ, ഇവിടെ ലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താണ്, റൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് മാറിയിട്ട് കണ്ടോ, വൈയിലേക്ക് ആകുമ്പോൾ ടപ്പിളായിട്ടുണ്ട്. അത് ക്ലാസ് ടപ്പിൾ നോക്കുന്നു. ഞാനിവിടെ കൊടുത്തത് ലിസ്റ്റാണ്. പക്ഷെ അതേ ടൈമിൽ ഇവിടെ ടപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ആ ടപ്പിളിനെ നമുക്ക് ലിസ്റ്റിലേക്കും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ലിസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് പ്രിൻ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവും. പ്രിൻ്റ് ടൈപ്പ് ഓഫ് എക്സ് നോക്കുക. നമുക്ക് പ്രിൻ്റ് വൈ എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടും. അതായത് എക്സിൻ്റെ ടൈപ്പ് എന്താണ്, ടപ്പിളാണ്. നമ്മളിവിടെ കൊടുക്കുന്ന പോലെ ടപ്പിളാണ്. പക്ഷേ ഞാൻ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു എക്സിനെ. എന്നിട്ട് വൈയുടെ ടപ്പിൾ എന്തായി, ടൈപ്പ് എന്തായി, ലിസ്റ്റായി. ഇതാണ് സംഭവം കേട്ടോ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രിങ്ങിലുള്ള വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ 3 എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ 3നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം,
സെഡ് ഈസ് ഈക്വൽ ടു എൻഡ് ഓഫ് എക്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് സെഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിങ് എന്നുള്ളത് എന്തായിട്ട് കിട്ടും, ഇൻറ്റിജറായിട്ട് കിട്ടും. ബാക്കിയുള്ളതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ടൈപ്പ് ഓഫ് എക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്ട്രിങ് ആയിരിക്കും കിട്ടുക, കാരണം സ്ട്രിങ്ങിലാണ് കിടക്കുന്നത്. ഞാൻ സെഡിലേക്കാണ് മറ്റേത് അസൈൻ ചെയ്ത്, ഇപ്പോൾ സെഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഇൻഡ് എന്നുള്ളത് കിട്ടും. ഓൺലി നമ്പർ ആണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ കേട്ടോ. നമ്മളിവിടെ എ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും നടക്കത്തില്ല. നമ്പർ ആണെങ്കിൽ മാത്രം കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കേസാണ് ഇവിടെ വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതാണ് ടൈപ്പ് കൺവേർഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. ജസ്റ്റ് സ്പീഡിലൊന്ന് നമുക്ക് എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു പോകും. ഫസ്റ്റ് വരുന്നത് അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സാണ്. അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ബേസിക് നമ്മുടെ പ്ലസ് മൈനസ് സ്റ്റാർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു, വൈ ഇസ് ഈക്വൽ ടു ഒരു 20 കൊടുത്തു. നമ്മൾ പ്രിൻ്റ് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് ഈ പ്ലസ് എന്നുള്ളതാണ് നമ്മുടെ അർത്തമാറ്റിക് ഓപ്പറേറ്റർ 10. ഓക്കെ, അതുപോലെ എന്തുണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഫ്ലോട്ട് ഡിവിഷൻ ഉണ്ട്. ഫ്ലോട്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡിവിഷൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 0 അല്ലേ, അതായത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക ഒരു 0.5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അതിലെ ഇൻറ്റിജർ പാർട്ട് 0 എന്നുള്ള ഈ ഒരു പാർട്ട് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഡിവിഷൻ യൂസ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യാം, ഡബിൾ ഇപ്പോൾ 0.5 ആണ് ഡിവൈഡ് ചെയ്ത് വിട്ടപ്പോൾ ഫ്ലോട്ട് ഡിവിഷൻ കൊടുത്താൽ എനിക്ക് 0 എന്നുള്ള ആ ഒരു വാല്യൂ കിട്ടും. പിന്നെ മോഡുലസ് ഉണ്ട്. മോഡുലസ് എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ ഡബിൾ സ്റ്റാർ ഉണ്ട്. ഡബിൾ സ്റ്റാർ എന്ന് പറയുന്നത് പവർ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ 10ൻ്റെ പവർ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത്രയും കിട്ടി. ഈ നമുക്ക് 2ൻ്റെ പവർ കണ്ടു നോക്കാം. കറക്റ്റാണ്, 4 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. 2ൻ്റെ പവർ 2 റേസ് ടു 2 അതാണ് അതിൻ്റെ അർത്ഥം. അതായത് എക്സ് റേസ് ടു വൈ അതാണ് വരികട്ടോ. ഇനി അങ്ങനെയുള്ള ബേസിക് ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അർത്തമാറ്റിക്. ഈ നെക്സ്റ്റ് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞ അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒപ്പം, അതായത് പ്ലസ് മൈനസ് സ്റ്റാർ ഈക്വൽ ടുൻ്റെ ഒപ്പം ഈക്വൽ ടു യൂസ് ചെയ്യുന്നതാണ് എന്ത്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് ഈക്വൽ ടു 40 എന്ന് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് 40 എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 40 എന്നാണ്. അതായത് എന്താണ്, നമ്മൾ ഓൾറെഡി എക്സ് 10 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 40 എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പ്രിൻ്റ് എക്സ് കൊടുത്താൽ എന്ത് കിട്ടും, 10 എവിടെ വരും, ഈ എക്സിൽ കയറി വരും. 10 + 40 50 ആയിരിക്കും കിട്ടുക. ഇതേപോലെ മൈനസ് വരും, ഡിവിഷൻ വരും, ഫ്ലോട്ട് ഡിവിഷൻ വരും, എല്ലാം ഒന്ന് ഓരോന്നൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പ്രിൻ്റ് എക്സ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 50 എന്നുള്ള റിസൾട്ട് കിട്ടും. 10ൻ്റെ കൂടെ 40 കൂടെ സെറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മൾ ലൂപ്പിലൊക്കെ ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന സാധനമാണ്. ലൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലൂപ്പിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ മൈനസ് ഈക്വൽ ടു എല്ലാം ഉണ്ട്, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഈ നെക്സ്റ്റ് ആണ് നമ്മുടെ റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ. റിലേഷണൽ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഔട്ടായിട്ട് കിട്ടുക ബൂളിയൻ വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ, കണ്ടീഷൻ അല്ല, ഓക്കെ, എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു ഒരു 10 കൊടുത്തു. അതുപോലെ പ്രിൻ്റ് 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഡാറ്റാസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ നമ്മൾ നേരത്തെ നോക്കിയ ട്രൂ ഫാൾസ് അല്ലേ, അതാണ് ഇതിൻ്റെ ഇത്. എക്സ് ഈക്വൽ ആണോ അല്ലേ, ഫാൾസ് ആണ്. എക്സ്
വൈ ഈക്വൽ അല്ല. അതേസമയം നോട്ട് ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാൾസ് എന്നുള്ള ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടും. നോട്ട് ഈക്വൽ ആണ്, എക്സും വൈ നോട്ട് ഈക്വൽ അല്ല. നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട്, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ? അല്ല. എക്സ് 2 എന്ന് പറയുന്നത് ലെസ് ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഫാൾസ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ലെസ് ദാൻ ആക്കുകയാണെങ്കിൽ നമുക്ക് ട്രൂ എന്നുള്ളത് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് വരുന്നതാണ് എന്ത്? റിലേഷണൽ അല്ലെങ്കിൽ കമ്പാരിസൺ. രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. റിലേഷൻ ഓപ്പറേറ്റർ എന്നും നമുക്ക് അതിനൊരു പേരുണ്ട്. ഈ നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ട്രൂ എന്ന് കിട്ടും. അതിനെ നമ്മൾ ആൻഡ് എന്ന് പറയും. 3 ഓപ്പറേറ്റേഴ്സാണ് വരിക ലോജിക്കലിൽ, ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്ന് പറഞ്ഞ കേസ് എന്ത് ചെയ്യുക? ഇപ്പോൾ 2 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ആൻഡ് ട്രൂ ആവും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ ആൻഡ് ഫോൾസ് ആവും. അതേ ടൈമിൽ ഓറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഓറ് ട്രൂ ആവും, 2 ഫാൾസ് ആണെങ്കിൽ ഓറും ഫാൾസ് ആവും. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് റിസൾട്ട് കിട്ടുക ഫൈനലിൽ പാൻഡ് ഓറും വെച്ചിട്ട് നമുക്ക് ട്രൂ ഫാൾസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അതിനെ ഫാൾസ് ആക്കും, ഫാൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കും എന്നുള്ളതാണ് നോട്ട് ഓപ്പറേറ്റർ ചെയ്യുക. നമുക്ക് ബേസിക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു ഞാനിപ്പോൾ എന്തെന്ന് കൊടുത്തു? 10 എന്ന് കൊടുത്തു. വൈ ഇസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ് കൊടുത്തു. പ്രിൻ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. നമുക്ക് ആൻഡ് കൊടുക്കാം. ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. എക്സും വൈനോട് ഈക്വൽ ആണ്, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആണ് എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇത് രണ്ടും തെറ്റാണ്. കാരണം എന്താണ്? 10, 20 ഈക്വൽ അല്ല. നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ആൻഡിൽ ഫാൾസ് എന്ന് കിട്ടും. 2 കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ ഞാനിവിടെ 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഓക്കെയാണ്. എക്സ് ഈക്വൽ ടു വൈ ആണ്, അതുപോലെ വൈ ഈക്വൽ ടു എക്സ് ആണ്. 2 കണ്ടീഷൻ ഓക്കെയാണ്, ട്രൂ ആണ് കിട്ടുക. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ ഓക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 20 തന്നെ കൊടുത്തു. എക്സ് എന്തെന്ന് കൊടുത്തു? ലെസ് ദാൻ 5 ആണെന്ന് കൊടുത്തു. എക്സ് ലെസ് ദാൻ 5 ആണ്, 10നേക്കാളും ചെറുതാണ്. അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ 10. വൈ ഗ്രേറ്റർ ദാൻ 10 ആണോ? 20നേക്കാളും മേലെയാണ് വൈ. അപ്പോൾ ഇത് 2 കണ്ടീഷനും ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ആൻഡ് ആണെങ്കിൽ എന്തെന്ന് കിട്ടും? ട്രൂ. വൈ എക്സ് ലെസ് ദാൻ 5 ആണ്. വൈ ഗ്രേറ്റർ ദാൻ 10 ആണോ? എക്സ് ലെസ് ദാൻ 5 അല്ലല്ലോ, എക്സ് ഗ്രേറ്റർ ദാൻ 5 അല്ല വരാം. ഓക്കെ, 10 എന്നുള്ളത് 5നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ട്രൂ എന്ന് കിട്ടും. ഇനി ഓറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരിക. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓക്കെ ആയാൽ തന്നെ ഓർ ട്രൂ ആവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആക്കി നോക്കാം. നമുക്കിത് ലെസ് ദാൻ ആക്കി നോക്കാം. ഇപ്പോൾ ഫാൾസ് ആണ്. ആൻഡിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഫാൾസ് ആയിരുന്നു. നമ്മളിവിടെ ഓറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ട്രൂ ആണ് കിട്ടുക. കാരണം ഈ കണ്ടീഷൻ ഓക്കെ ആണ്. മറ്റേത് ഫാൾസ് ആണെങ്കിൽ തന്നെ ഈ കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് ഫാൾസ് ആക്കി നോക്കാം. വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ്, 2 ഫാൾസ് ആണ് വരിക. അപ്പോൾ എന്താവും? ഓറ് ഫാൾസ് ആയിരിക്കും. ഇനി നോട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്ന ഫാൾസ് ആയിരിക്കും. ഇതിനെ ട്രൂ ആക്കി മാറ്റുക. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ നോട്ടിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഫാൾസ് റിസൾട്ട് കിട്ടുന്ന എന്താവും? ട്രൂ ആയി മാറും. അപ്പോൾ ട്രൂ ആണ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഫാൾസ് ആക്കി മാറ്റും. അതാണ് നോട്ട്. ഇത്രയാണ് റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് അത്രയും വന്നു. ഇനി 2 ഓപ്പറേറ്റേഴ്സും കൂടി ഉണ്ട്. മെമ്പർഷിപ്പ്, ഐഡൻറ്റിറ്റി. മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സ് സിംഗിൾ കോട്ടിൽ ഞാനൊരു ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്തു. എന്തൊന്നും കൊടുത്തു? ഹലോ. മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ പേര് തന്നെ ഉണ്ടാകും എന്താണെന്നുള്ളത്. മെമ്പറാണോ അല്ലയോ അതാണ് അവിടെ. അതായത് ഇന്നാണോ നോട്ട് ഇന്നാണോ. അപ്പോൾ പ്രിൻ്റ് സിംഗിൾ കോഡിൽ എച്ച് ഇന്ന് എക്സ്. അതായത് എക്സ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിൽ എച്ച് എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രിങ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. എച്ച് ഉണ്ട്, ഹലോയിൽ എച്ച് ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടും.
ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു കേസ് സെൻസിറ്റീവ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ ആണെങ്കിൽ ആ ക്യാപിറ്റൽ തന്നെ കൊടുത്താൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ എച്ച് ക്യാപിറ്റലാണ് കൊടുത്തത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ട്രൂ എന്നുള്ളത് കിട്ടും. അതേ സമയത്ത് ഞാൻ ഇല്ലാത്തൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ, സെഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ സെഡ് ഇല്ല, അപ്പോൾ നമുക്ക് ഫാൾസ് എന്ന് കിട്ടും. നോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫാൾസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൂ ആക്കി മാറ്റും. അപ്പോൾ ഫാൾസ് ആണ്, എന്ത് ചെയ്തു, ട്രൂ ആക്കി മാറ്റി. ഇതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ സെയിം ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഒരു ലിസ്റ്റ് ഇടാൻ പോവാണ്, 1, 2, 3. ഇതേ സാധനം തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ്, വൈയിലും കൂടെ കൊടുക്കുകയാണ്. y ഈക്വൽ ടു എന്ത് ചെയ്യാം, y ഈക്വൽ ടു 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രിൻ്റ് ഞാൻ എന്തെന്ന് കൊടുക്കുകയാണ്, എക്സ് ഈസ് വൈ ഇങ്ങനെ കൊടുത്തു. എനിക്ക് എന്തെന്ന് കിട്ടി, ഫാൾസ് എന്ന് കിട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് സെയിം ആണെങ്കിലും രണ്ടും രണ്ട് വേരിയബിൾസാണ്, രണ്ട് മെമ്മറി ലൊക്കേഷനാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്താൽ സെയിം മെമ്മറി ലൊക്കേഷൻ അല്ല, സെയിം വേരിയബിൾസ് അല്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് ഫാൾസ് കിട്ടി. പക്ഷെ അതേ ടൈമിൽ ഞാൻ ഇവിടെ വേറൊരു സംഭവം ചെയ്യാൻ പോവാണ്. ഞാൻ എക്സ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്, അല്ലെങ്കിൽ സെഡ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എക്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. സെഡ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സെഡിൽ മൊത്തം എന്ത് കയറി, എക്സ് എന്നുള്ള മൊത്തം ആ വേരിയബിൾ സെക്ഷൻ കയറി. പിന്നെ എക്സ് ഈസ് സെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, എനിക്ക് ട്രൂ എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടിൻ്റെ മെമ്മറി ലൊക്കേഷൻ സെയിം ആണ്, അതുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്, ട്രൂ എന്നുള്ളത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ നോക്കുക. അപ്പോൾ ഈസും ഈസ് നോട്ട് എന്തായിരിക്കും, നമ്മുടെ നേരെ റിവേഴ്സ്. ഇന്ന് നോട്ടിനാണ്, ഈസ് നോട്ടാണ്, അത് മാറിപ്പോകരുത് കേട്ടോ. ഇവിടെ ഈസിലാണെങ്കിൽ നോട്ട് ഇവിടെ ആയിരിക്കും വരിക, മെമ്പർഷിപ്പിലായിരുന്നെങ്കിൽ ഇന്നിൻ്റെ നോട്ടിനാണ് വരിക. ഓക്കെ, അത് മാറിപ്പോകരുത്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഓക്കെ, ഇത്രയാണ് ഓപ്പറേറ്റേഴ്സിൽ വരിക. ഈ നെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈഫ്, എൽസ്, എലിഫ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു 10, അതുപോലെ y ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടും വേരിയബിൾ സെയിം ആണെന്ന് കൊടുത്തു. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ, കോളം കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കും, പ്രിൻ്റ് എക്സ് ഈസ് ഗ്രേറ്റർ, ലെസ് ദാൻ ആണ് നമ്മൾ കൊടുത്തത്, അപ്പോൾ ലെസ്സർ, എക്സ് ലെസ്സർ ആണെന്നുള്ളത് കിട്ടും. ഇനി ഒരു കണ്ടീഷനും കൂടി കൊടുക്കണം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ, നമുക്ക് ഈഫ് കൊടുക്കാൻ പറ്റത്തില്ല, ഈഫിൻ്റെ ഒപ്പം ഈഫ് വരില്ല, എലിഫാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ട് കണ്ടീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് സിംഗിൾ കോട്ടിൽ എക്സ് ഈസ് ഗ്രേറ്റർ. ഇനി അതുമല്ലെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒറ്റൊരു കണ്ടീഷൻ ലാസ്റ്റ് വരുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, എൽസ് ആണെങ്കിൽ പ്രിൻ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. നമുക്ക് തൽക്കാലം ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യാം, ഈക്വൽ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് വരിക, 10 വൈയും ഈക്വലാണ്. അപ്പോൾ എനിക്ക് ഈക്വൽ ടു ഈക്വൽ എന്നുള്ളതായിരിക്കും എനിക്ക് ഇവിടെ റിസൾട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ വൈ വലുതാക്കിയാൽ എനിക്ക് എന്തായിരിക്കും വരിക, എക്സ് ഈസ് ലെസ്സർ എന്നുള്ളതായിരിക്കും എനിക്ക് വരുന്നുണ്ടാവുക. അതേ ടൈമിൽ ഇത് ഞാൻ 30 ആക്കുകയാണെങ്കിൽ എനിക്ക് മേലത്തെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈഫ്, എൽസ്, എലിഫ്, എൽസ്. ഒരു കണ്ടീഷനാണെങ്കിൽ ഈഫ് കൊടുക്കാം, രണ്ട് കണ്ടീഷനാണെങ്കിൽ ഈഫ് എൽസ് കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ എലിഫ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ നെക്സ്റ്റ് ആണ്
നമ്മുടെ ലൂപ്പ് എന്നുള്ള കേസ് വരെ ലൂപ്പിൽ നമുക്ക് എങ്ങനെയാണ് ലൂപ്പിൽ 2 ലൂപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വയൽ, അതുപോലെ ഫോർ ലൂപ്പ്. അതാണ് പൈത്തണിൽ ഉണ്ടാവുക. ജസ്റ്റ് എങ്ങനെയാണ് നമ്പേഴ്സ് ഐറ്ററേറ്റ് ചെയ്യുക. ലൂപ്പ് എന്തിനാണെന്ന് അറിയാം, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 10 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് ലൂപ്പ് വെച്ച് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വൈൽ ലൂപ്പാണ്. അങ്ങനെ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്തു, 0 മുതൽ 10 വരെയുള്ള പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 എന്ന് ആദ്യം അസൈൻ ചെയ്തു ഇനീഷ്യൽ വാല്യൂ. വൈൽ എന്താണ്, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. എനിക്ക് എന്ത് ചെയ്യണം, i പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കേസിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക ഒരു ഇൻഫിനിറ്റി ആയിട്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ഓക്കെ ആവുന്ന വരെ അത് ഇൻഫിനിറ്റി ആയിരിക്കും. ആ കണ്ടീഷൻ ഓക്കെ ആവാനുള്ള കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, i എന്നുള്ളത് 0 ആയിട്ട് കൊടുത്തുള്ളൂ. ഈ i എന്നുള്ളത് 1 ആവാനുള്ള റിപ്പീറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധനമൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണം, പ്രിൻ്റിൻ്റെ കൂടെ ഇൻക്രിമെൻറ്റും കൂടെ കൊടുക്കണം. i പ്ലസ് ഈക്വൽ ടു 1. ഈ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഒരു റിലേഷണലാണ്. ഇതെന്താണ്, ഒരു അസൈൻമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് 0 മുതൽ 10 വരെയുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി ലെസ് ദാൻ കൊടുക്കുകയാണെങ്കിൽ 9 വരെയുള്ള വാല്യൂസ് കൊടുക്കും, 10നേക്കാൾ കുറവ്. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് വൈൽ ലൂപ്പ് വരിക. ഇനി നെക്സ്റ്റ് ആണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇതേ സാധനം തന്നെ ചെയ്തു നോക്കാം. അപ്പം ഞാൻ ഫോർ ലൂപ്പിൻ്റെ കേസിൽ ഒരു സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഫോർ ലൂപ്പിൽ ഇടാൻ നോക്കാം. അതായത് സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നെ ഫോർ ലൂപ്പിൽ എങ്ങനെ കിട്ടും. 4 i in റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു. 10 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. കോളം കൊടുത്തു, പ്രിൻ്റ് i. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് കിട്ടും. 10 വരെയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ 11 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ന് കിട്ടി. ഈ റേഞ്ചിൻ്റെ ഇതിൽ തന്നെ 2 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, 3 ആട്രിബ്യൂട്ട്സ് മൊത്തത്തിൽ വരുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ട്, പിന്നെ ഒന്ന് സ്റ്റോപ്പ്, ഒന്ന് സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ 1 കൊടുക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്കിത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇട്ട് കൊടുത്താൽ മതി, ഇവിടെ 1,11. അപ്പോൾ ഈ 1 എന്നുള്ളത് ഈ ഒരു പൊസിഷനാണ് കേട്ടോ, 1 അല്ല, ഈ ഒരു പൊസിഷനാണ് എന്ത്, നമ്മുടെ സ്റ്റാർട്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തെന്ന് കിട്ടും, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 2 ആണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പൊസിഷനിൽ എന്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അവിടെ നിന്നായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട്, ഇതാണ് സ്റ്റോപ്പ്. 11 ആകുമ്പോൾ, അതായത് 11 എന്ന് പറയുമ്പോൾ അതിൻ്റെ -1 10 വരെ ഉള്ളത് കിട്ടും. ഇനി എനിക്കിവിടെ ഓഡ് നമ്പേഴ്സാണ് കിട്ടേണ്ടതെന്ന് വിചാരിച്ചാൽ 1 3 അങ്ങനെയുള്ളതാണ് കിട്ടേണ്ടത്. 9 വരെയുള്ള വാല്യൂസ്. ഈവൻ ഓഡ് നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്നാണ് പറയുക. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, 2 വെച്ച് പ്ലസ് ചെയ്യണം. 1 കഴിഞ്ഞാൽ എനിക്ക് 3 ആണ് കിട്ടേണ്ടത്. 1 3 5 7 9 9 കഴിഞ്ഞിട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 11 ആവും. പക്ഷേ 11 നമ്മുടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന താഴെ. ഇനി ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്താൽ മതി, ഈ 1 എന്നുള്ളത് 0 ആക്കി കൊടുത്താൽ എന്ത് കിട്ടും എനിക്ക്, ഈവൻ നമ്പേഴ്സ് കിട്ടും. 0 2 4 8 10. അപ്പോൾ ഇതാണ് റേഞ്ച് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ 0 എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാർട്ട്, 11 എന്നുള്ളത് നമ്മുടെ സ്റ്റോപ്പ്, 2 എന്നുള്ളത് നമ്മുടെ സ്റ്റെപ്പ്, അതായത് ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിസ്റ്റിനെ എങ്ങനെ അട്രേറ്റ് ചെയ്യാൻ നോക്കാം. x = സ്ക്വയർ ബ്രാക്കറ്റിൽ 1, 2, അല്ലെങ്കിൽ 1 നമുക്ക് സിംഗിൾ കോട്ടിൽ a, സിംഗിൾ കോട്ടിൽ b, അതുപോലെ 1, 2 ഞാൻ കൊടുത്തു. 4 i in x പ്രിൻ്റ് പ്രിൻ്റ് ഐറ്ററേറ്റീവ് വേരിയബിൾ ആയിട്ടുള്ള i. എക്സിനെ ഫുള്ള് നമ്മൾ iയിലേക്ക് എടുത്ത് വെച്ചു. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ലിസ്റ്റിനെ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നടക്കുക. അപ്പോൾ ലൂപ്പുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്,
നമുക്കറിയാം ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒരു ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുക. പിന്നെ ഫംഗ്ഷൻ്റെ മെയിനായിട്ടുള്ള വേറൊരു യൂസാണ് കോഡ് റീയൂസബിലിറ്റി. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ ജസ്റ്റ് ഡെഫ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രിൻറ്റിൽ എന്തെന്ന് കിട്ടണം, ഹലോ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഹലോ എന്ന് കിട്ടണം. ഹലോ ഹലോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കി, എനിക്കൊന്നും കിട്ടിയില്ല. കാരണം അതാണ് ഫംഗ്ഷനെ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഫംഗ്ഷനെ കൂടെ കോൾ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു ഫംഗ്ഷൻ്റെ പേരെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ താഴെ നിന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്തു, ഫംഗ്ഷൻ കോളായി റൺ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ കോഡ് റീയൂസബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യുന്ന ഈ ഒന്ന് ഇതിൻ്റെ കുറച്ച് ഫംഗ്ഷൻ കോൾ 2, 3, 4, 5, 6 വട്ടം ചെയ്താൽ എനിക്ക് അത്രയും വട്ടം ആ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിന് പകരം വലിയൊരു കോഡാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഒറ്റ വട്ടം ഡിഫൈൻ ചെയ്ത പല സ്ഥലത്ത് നമുക്കിങ്ങനെ കോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫംഗ്ഷൻ. ഇതാണ് ഒരു നോർമൽ ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു റിട്ടേണും ഒരു വാല്യൂ എങ്ങനെ പാസ് ചെയ്യുക, വാല്യൂ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പാരാമീറ്റർ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു സമ്മ് കാണുന്ന ഫംഗ്ഷൻ ചെയ്യാം. അതിലൂടെ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാം. ജസ്റ്റ് സമ്മ് കൊടുക്കുക. സമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, 2 വേരിയബിൾസ് പാരാമീറ്ററായിട്ട് കൊടുത്തു. ഇതാണ് പാരാമീറ്റർ. ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ a, b എന്ന് പാസ് ചെയ്തു. ഞാൻ പ്രിൻറ്റിൽ എന്തെന്ന് കൊടുത്തു, അസൈൻമെൻ്റ് ആയിട്ടുള്ള a+b എന്നുള്ളത് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്തു, ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. സം എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്നതിനെ ആർഗ്യുമെൻ്റ് എന്ന് പറയും, ഇവിടെ കൊടുക്കുന്നതിനെ പാരാമീറ്റർ എന്ന് പറയും. ആർക്ക് അതുപോലെ പാരാമീറ്റർ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, സമ്മ് കിട്ടും. ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇനി ഒരു വട്ടം കൂടെ കോൾ ചെയ്തിട്ട് വേറെ വാല്യൂസ് പാസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ റിസൾട്ടും കിട്ടും. അപ്പോൾ 10 + 2 ആണെങ്കിൽ 2. ഇതാണ് ഒരു പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുക. ഈ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതായിരിക്കും അവിടെ റിസൾട്ട് കിട്ടുക. അപ്പോൾ തൽക്കാലം നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, റിട്ടേണിൽ എനിക്ക് a - b എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്ക് ഇതിൻ്റെ രണ്ടിനെ മൈനസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല, കാരണം പ്രിൻ്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രിൻ്റ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക, മെത്തേഡ് യൂസ് ചെയ്യുക. ആ പ്രിൻറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഓക്കെ, അതായത് 1 - 2 എന്നുള്ളത് -1 ആണ്, അതുപോലെ 10 - 2 എന്നുള്ളത് 8 ആണ്. ഇപ്പോൾ റിട്ടേണിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ ഞാൻ ഇവിടെ മൈനസ് എന്നുള്ളത് സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 1 × 2 2 ആണ്, അതുപോലെ 10 × 2 2 ആണ്. അതേസമയം ഇപ്പോൾ ഞാനിവിടെ a ആണ് റിട്ടേണിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ a ആയിരിക്കും കിട്ടുക. അതായത് ഇവിടെ 1 ഇവിടെ 10 അതന്നെ, ഇവിടെ 1 ഇവിടെ 10. അപ്പോൾ b കൊടുക്കുകയാണെങ്കിൽ എനിക്ക് b ആയിരിക്കും കൊടുക്കുക. റിട്ടേൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണോ റിട്ടേണിൽ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ഔട്ടിൽ കിട്ടുന്നുണ്ടാവുക, പ്രിൻറ്റിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫങ്ഷൻസിൽ വരിക. പിന്നെ നമുക്ക് വേറൊരു സിമ്പിൾ കാര്യം കൂടെ നോക്കാം, എങ്ങനെയാണ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുക, എങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യുക എന്നും കൂടെ നോക്കിയിട്ട് ഈ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ടെർമിനൽ തന്നെ ജസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്യാം. x = ഇൻപുട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡിൽ എൻ്റർ എ നമ്പർ, അല്ലെങ്കിൽ എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കാം. നമുക്ക് എൻ്റർ യുവർ നെയിം. പിന്നെ ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. പ്രിൻ്റ്
എക്സ് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്നതാണ് എന്ത് ഔട്ട്, പ്രിൻ്റാണ് ഔട്ട്പുട്ട്, ഇൻപുട്ടാണ് നമ്മുടെ ഇൻപുട്ട് വരിക. അപ്പോൾ റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരിക. ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ഇവിടെ കേഴ്സർ വെക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ഒന്നും കൂടെ ഇങ്ങനെ കൊടുക്കാം. ഒന്നും കൂടെ റൺ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, എൻ്റർ കൊടുക്കാം, ആ പേര് നമ്മുടെ ഔട്ടായി. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കമൻറ്റ് ചെയ്താണ് ഈ ഒരു സെക്ഷൻ, ഈ പ്രിൻ്റ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഈ കിട്ടുന്ന ഈ. ഒന്നും കൂടെ റൺ ചെയ്തിട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ കൊടുത്തു നോക്കാം. ജസ്റ്റ് ഞാൻ ABCD കൊടുത്തു, എൻ്റർ കൊടുത്തു, എന്ത് കിട്ടി, അത് ഔട്ടായിട്ട് കിട്ടി. ഇതാണ് ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈത്തണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.